ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന PGL 2024 പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആവറേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ സിറ്റി ഫോർ 16 ഡേയ്സ് ഓഫ് ജാനുവരി. ജാനുവരി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം 31 ദിവസമാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ 16 ദിവസത്തെ ആവറേജ് 22ആണ്. ഓക്കെ, ദെൻ ആവറേജ് ടെമ്പറേച്ചർ ഫോർ ദ ലാസ്റ്റ് 16 ഡേയ്സ്. അവസാനത്തെ 16 ദിവസത്തെ ആവറേജ് 26ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആവറേജിൽ ഓവർലാപ്പിംഗ് എന്താണ്, നോൺ ഓവർലാപ്പിംഗ് എന്താണ് എന്നതിൻ്റെ ഒരു തിയറി വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണും. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓവർലാപ്പിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ടോട്ടൽ ഇപ്പോൾ 31 ഉള്ളൂ, പക്ഷെ ഇവർ പറഞ്ഞു വന്നപ്പോൾ 16 32. അതിനർത്ഥം ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ നമ്പറിനെ പറ്റി തന്നെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യനിലും ചോദിച്ചിരിക്കുന്നത്. അതായത് 16ാമത്തെ നമ്പറിനെ പറ്റിയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ആ 16ാമത്തെ നമ്പറാണ് ഇതിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 16ാമത്തെ ഡേ ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എൻറ്റയർ മന്ത്. മൊത്തം മന്തിന്റെ ആവറേജ് 24ആണ്. നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓൺ 16th ഡേ. അതായത് ഇത് ഓവർലാപ്പിങ്ങിന്റെ കേസാണ്. ഇതിൽ ഓവർലാപ്പ് ചെയ്യാൻ പോകുന്ന ഡേ എന്ന് പറയുന്നത് 16ാമത്തെ ഡേ ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് 16, ലാസ്റ്റിൽ നിന്ന് 16, ഫസ്റ്റിൽ നിന്ന് 16, ലാസ്റ്റിൽ നിന്ന് 16, ഓവർലാപ്പ് ചെയ്യുന്നത് 16ാമത്തെ ഡേ. അപ്പോൾ നമ്മൾ ഡീവിയേഷൻ ഓവർലാപ്പിങ്ങിന്റെ കേസ്. അപ്പൊ ആദ്യത്തെ 16 ദിവസത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 22 ദിവസം, ആക്ച്വലി 24 വേണം. ദാറ്റ് മീൻസ് 2 കുറവാണ്. അവസാനത്തെ 16 ഡേ എടുത്തു കഴിഞ്ഞാൽ 26 ഉണ്ട്, 24 മതി. അതിനർത്ഥം 2 കൂടുതലാണ്. ഈക്വൽ ടു എത്ര ഡേ ആണ് റിപ്പീറ്റ് ചെയ്ത് അതിന്റെ ഡീവിയേഷൻ ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഒരു ഡേ ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഡീവിയേഷൻ ഞാൻ ഡി എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ 1D എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ തന്നെ ഡി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട്, ഡി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ആവറേജ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ആവറേജ് 24േക്കാളും 0 കൂടുതലായിരിക്കും. അവിടെ ഡീവിയേഷൻ ആണ് കിട്ടുന്നത്. ഡീവിയേഷൻ ഇപ്പൊ +1 ആയിരുന്നെങ്കിൽ 24 +1 എന്ന് എടുക്കണം. -1 ആയിരുന്നെങ്കിൽ 24 -1 എന്ന് പറഞ്ഞ് എടുക്കണമായിരുന്നു. 0 ആയതുകൊണ്ട് തന്നെ +0 എന്ന് എടുത്തു. അപ്പോൾ ആ 16ാമത്തെ ഡേയിന്റെ ആവറേജ് അല്ലെങ്കിൽ 16ാമത്തെ ഡേയിന്റെ വാല്യൂ എന്ന് പറയുന്നത് 24°C എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഡീവിയേഷന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയി കണ്ടു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും.